ഇപ്പോൾ എല്ലാവരും തപ്പി നടക്കുന്ന പോലെ കളി കാണാനും സിനിമ കാണാനും ഒക്കെ പറ്റിയ രീതിയിലുള്ള വളരെ വില കുറഞ്ഞ ഒരു ടിവിയുടെ വില പോലും ഇല്ലാത്ത അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊജക്ടർ കയ്യിൽ കിട്ടിയപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല പെർഫോമൻസ് ഉള്ള ഈ പ്രൊജക്ടർ വളരെ നിസ്സാരമായിട്ടുള്ള വിലക്കാണ് എനിക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു വില കുറഞ്ഞ പ്രൊജക്ടർ ആണെങ്കിലും ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ ഫോണിൽ കാണുന്നതെല്ലാം നമുക്ക് ഇതിലേക്ക് സ്ക്രീൻ മിറർ ചെയ്തുകൊണ്ട് ഇത്രയും വലിയ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലേക്ക് വൈഫൈ കണക്ട് ചെയ്യാം, യൂട്യൂബ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം 15,000 20,000 ഒക്കെ മുടക്കിയിട്ട് നമ്മൾ വാങ്ങുന്ന സ്മാർട്ട് പ്രൊജക്ടറുകളിലെല്ലാം കിട്ടുന്ന ഫംഗ്ഷനുകൾ തന്നെയാണ്. പക്ഷേ ഇതിൽ ഞാൻ എടുത്തു പറയാൻ കാരണം ഇത്രയും നിസ്സാര വിലക്ക് വാങ്ങുന്ന ഈ ഒരു പ്രൊജക്ടറിൽ ഇതെല്ലാം കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ പ്രൊജക്ടറിന്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പ്രൊജക്ടർ കൂടാതെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കണക്ഷൻ വേണ്ടിയിട്ടുള്ള കേബിളുകളുണ്ട്. ഇതിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള AC കോഡാണ്. അത് സാധാരണ ഒരു ഫിലിപ്സ് ടൈപ്പ് കോഡാണ്. പിന്നെ ഒരു സ്റ്റീരിയോ ടു 3RC കേബിൾ ഉണ്ട്. പിന്നെ ഈ ബോക്സിനകത്തുള്ളത് ഈ പ്രൊജക്ടറിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു റിമോട്ട് കൺട്രോൾ ആണ്. അതുപോലെ തന്നെ ഇതിലൊരു സോഫ്റ്റ് ക്ലോത്ത് ഉണ്ട്. അത് ഇതിന്റെ ലെൻസ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പ്രൊജക്ടർ ഇതിന്റെ പാക്കിങ്ങിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇത് വളരെ നന്നായിട്ട് തന്നെ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലൊരു എയറൊക്കെ നിറച്ചിട്ടുള്ള ഒരു പ്രത്യേക പാക്കിംഗ് ആണുള്ളത്, ഇതിന് പരിക്കൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ പ്രൊജക്ടർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു പ്രൊജക്ടർ തന്നെയാണ് ഇത്. കാണാൻ നല്ല സ്റ്റൈലനാണ്. ഇതിന്റെ ബട്ടണുകൾ നിങ്ങൾക്കിവിടെ കാണാം. റിമോട്ടിൽ ഉള്ളതുപോലെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ മുന്നിൽ ലെൻസിന്റെ മുന്നിലായിട്ട് ഒരു സ്ലൈഡ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അത് സ്ലൈഡ് ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമാണ് ഇതിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് വരിക. ഇനി ഇതിന്റെ ഇടത് സൈഡിലായിട്ടാണ് ഇതിലേക്ക് കണക്ഷനുകൾ കൊടുക്കുവാൻ ആവശ്യമായിട്ടുള്ള പോർട്ടുകൾ ഉള്ളത്. അവ എന്തെല്ലാമാണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. പിന്നെ ഇതിന്റെ പുറകുവശത്തായിട്ടാണ് ഇതിന്റെ റിമോട്ട് കൺട്രോളിന്റെ സെൻസറും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നത്. പിന്നെ ഇതിന്റെ വലതുവശത്തായിട്ടാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 230 വോൾട്ട് AC പവർ സപ്ലൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് വരുന്നത്. പിന്നെ അതിനടുത്തായിട്ട് തന്നെ ഇതിന്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒരു വിരൽ ഇതിനകത്തേക്ക് കയറ്റിയിട്ട് ഇതുപോലെ തിരിച്ചു കഴിഞ്ഞാൽ ഈ ലെൻസ് അകത്തോട്ടും പുറത്തോട്ടും ഇതുപോലെ ചലിക്കും. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഫോക്കസ് അത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഔട്ട്പുട്ട് ലൈറ്റ് ബീമായിട്ട് ഉപയോഗിക്കുന്നത് LED ആണ്. ഇതിന് 30,000 മണിക്കൂർ വരെ ആയുസ്സുണ്ടെന്നും അതുപോലെ തന്നെ 40 മുതൽ 142 ഇഞ്ച് വരെ പ്രൊജക്റ്റ് ചെയ്ത് ഈ പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് കാണാമെന്നുമെല്ലാം ഇതിന്റെ സ്പെസിഫിക്കേഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കണക്ഷൻ പോർട്ടുകളെ പറ്റി പറഞ്ഞു തരാം. ഇതിലൊരു HDMI പോർട്ടാണുള്ളത്. പിന്നെ നമുക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ ഒരു പോർട്ടുണ്ട്. അതുപോലെ തന്നെ AV ഇൻപുട്ട് കൊടുക്കുവാൻ ഇതിന്റെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റീരിയോ ടു 3RC കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്നും മറ്റുമെല്ലാം AV കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 2 USB പോർട്ടുകളുമാണുള്ളത്. USB പോർട്ടിന് താഴെയായിട്ടാണ് സ്പീക്കർ വരുന്നത്. പിന്നെ കൂളിംഗ് ഫാനിന്റെ ഒരു ഗ്രില്ലും നിങ്ങൾക്കിവിടെ കാണാം. പിന്നെ പ്രൊജക്ടറിന്റെ താഴെയായിട്ട് ഇതിന്റെ പവർ റേറ്റിംഗും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രൈപോഡിൽ മൗണ്ട് ചെയ്യാനുള്ള നെട്ടുണ്ട്. എല്ലാം ഇതിന്റെ അടിഭാഗത്താണ് വരുന്നത്. അത് നമുക്ക് സീലിങ്ങിലൊക്കെ മൗണ്ട് ചെയ്യണമെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ബോക്സിൽ തന്നെ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഫയൽ ഫോർമാറ്റുകൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്ന എല്ലാ ഫയലുകളും നമുക്ക് ഈ പ്രൊജക്ടർ വഴി പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പവർ സപ്ലൈ കൊടുത്ത് പ്രൊജക്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിന്റെ ഈ സൈഡിലുള്ള പവർ സോക്കറ്റിലേക്ക് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പവർ കേബിൾ കണക്ട് ചെയ്തിട്ട് ഞാൻ 230 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ട് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രൊജക്ടർ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇതിലൊരു ബ്ലൂ ഇൻഡിക്കേഷൻ വന്നിട്ട് പിന്നെ അത് റെഡായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രൊജക്ടർ സ്റ്റാൻഡ് ബൈയിലാണുള്ളത്. ഇനി ഇത് റിമോട്ട് കൺട്രോളിൽ പവർ ബട്ടൺ ഓൺ ആക്കിയാലൊന്നും ഇത് ഓൺ ആവുകയില്ല. ഇത് സ്റ്റാൻഡ് ബൈയിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ലെൻസിന്റെ മുമ്പിലുള്ള ആ ഭാഗം നമ്മൾ നീക്കി വെക്കണം, എങ്കിൽ മാത്രമാണ് ഇത് സ്റ്റാൻഡ് ബൈയിൽ നിന്ന് മാറിയിട്ട് ഇത് പവർ ഓൺ ആവുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, അത് സ്ലൈഡ് ചെയ്തപ്പോൾ തന്നെ ഇത് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രൊജക്ടർ വർക്കിംഗ് ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ലൈറ്റിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ അടുത്ത് ഇതിനാവശ്യമായിട്ടുള്ള സ്ക്രീനൊന്നുമില്ല. നമ്മുടെ ഹാളിലെ വെള്ള ചുമരിലേക്കാണ് ഞാനിത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ അതിന് അത്യാവശ്യമായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ടേബിളിൽ വെച്ചിട്ട് ആ ചുമരിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം. അതിനു മുമ്പായിട്ട് ഇവിടെ തെളിഞ്ഞിരിക്കുന്ന ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ട് റൂം ഒന്ന് ഡാർക്ക് ആക്കണം. ഇപ്പോൾ ഞാനിതെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ ഹാളിൽ മൊത്തം ഇരുട്ടായിട്ടുണ്ട്.
മൊത്തമായിട്ട് ഇരുട്ടായിട്ടൊന്നുമില്ല, കുറച്ച് ലൈറ്റ് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. എങ്കിലും നമുക്ക് ഈ പ്രൊജക്ടർ ഉപയോഗിക്കാൻ പാകത്തിനായിട്ടുള്ള ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പ്രൊജക്ടർ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, ഇതിൻ്റെ മെനു എല്ലാം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ഫോണിൽ നിന്ന് മിറർ ചെയ്ത് കാണിക്കുവാനുള്ള സ്ക്രീൻ കാസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഐഫോണിൽ നിന്ന് കണക്ട് ചെയ്യാനുള്ള എയർപ്ലേ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഏത് ഫംഗ്ഷനാണോ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതിൽ യൂട്യൂബ് സെലക്ട് ചെയ്തിട്ട് അതിലുള്ള പ്രോഗ്രാമുകൾ കാണിച്ചു തരാം. അതിൽ ഓൾറെഡി നമുക്ക് സജഷനായിട്ട് വരുന്ന പ്രോഗ്രാമുകളുണ്ട്, അതുപോലെ നമുക്ക് സെർച്ച് ചെയ്ത് കാണാം. അങ്ങനെ എല്ലാ ഓപ്ഷനുകളും ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ സാധാരണ ഫോണിലൊക്കെ കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ വൈഫൈ കണക്ട് ചെയ്തിരിക്കണം. ഞാനിതിൽ ഓൾറെഡി വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് യൂട്യൂബ് ഇപ്പോൾ പ്ലേ ചെയ്ത് കാണുന്നത്. അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വേണം. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് അതൊന്നും വിശദമായിട്ട് പറയാത്തത്. 2500 ലൂമൻസ് ആണ് ഇതിൻ്റെ ലൈറ്റിൻ്റെ പവർ വരുന്നത്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിതിൽ നിന്ന് പ്രോഗ്രാമുകൾ ആസ്വദിക്കാവുന്നതാണ്. ഇതെനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയതാണ്. ഇതിന് ഓൺലൈനിൽ എനിക്ക് പ്രൈസ് വന്നിരിക്കുന്നത് 6500 രൂപയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്